നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അപ്പം നെക്സ്റ്റ് വീക്ക് പ്രൊമോയും കാര്യങ്ങളൊക്കെ ഞാൻ ഉച്ചയ്ക്ക് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നാളത്തെ വിശേഷത്തിൽ മനുശങ്കർ അലീനയും ബാലേന്ദ്രനെ കാണാൻ പോയി വന്നതിന് ശേഷം കമല ചോദ്യം ചെയ്യണം, നീ എന്തിനാടാ പോയത്, അവരെവിടെയാ, എങ്ങനെയാ അങ്ങനെയാന്നൊക്കെ ചോദ്യം ചെയ്യണം. മനുഷ്യങ്ങളോട് ഒട്ടും അത് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. മനുഷ്യങ്ങളോട് കമല പറഞ്ഞു, എന്നാലും അതൊട്ടും ശരിയായില്ല ബാലേന്ദ്രൻ, അവളെയും വിളിച്ചുകൊണ്ട് റിസോർട്ടിൽ പോയി താമസിക്കാന്ന് പറഞ്ഞാൽ നേരെ അവളെ വീട്ടിലേക്കല്ലായിരുന്നു അങ്ങനെയായിരുന്നു കൊണ്ടുവരണ്ടേ, അവളെ റിസോർട്ടിൽ താമസിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തി. അപ്പോഴേക്കും മനുശങ്കർ പറഞ്ഞു, വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടല്ലേ എല്ലാവരും കൂടെ കൂടിയിട്ട്, അതിനകത്ത് ഈ നിൽക്കുന്ന കൊച്ചച്ഛനും പങ്കുണ്ടല്ലോ, പിന്നെ അങ്കിള് പെട്ടെന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് തോന്നുന്നുണ്ടോ, അങ്കിളിന് ഇഷ്ടമുള്ള പോലെ അങ്കിള് ചെയ്യട്ടെ, അതിന് അമ്മ ഇത്രമാത്രം വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കമല പറഞ്ഞു, ഓഹോ അപ്പം ബാലേന്ദ്രന്റെ ഇഷ്ടമല്ലേ, ഇത്രയും വലിയ പിള്ളേരൊക്കെ ഉണ്ട് എന്നിട്ട് നാണമില്ലേ ബാലേന്ദ്രന്, അതെ അമ്മ കൂടുതൽ അങ്കിളിനെ നാണോ നാണക്കെടോന്ന് അന്വേഷിക്കാൻ പോകണ്ട, പറഞ്ഞു കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് കയറിപ്പോയി. അപ്പോഴേക്കും കമല പറഞ്ഞു, അല്ലെങ്കിൽ ഇവന് ആ പെണ്ണ് വന്നപ്പോൾ മുതൽ ആ പെണ്ണിനോടൊപ്പം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അവളൊക്കെ എന്ത് തെറ്റ് ചെയ്താലും ഇവൻ അതൊക്കെ നല്ല കാര്യമാണ്. രാജീവൻ പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ. അപ്പോഴേക്കും കമല വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, നോക്കട്ടെ, ഒന്ന് ആലോചിക്കട്ടെ, ആലോചിച്ച് വേണ്ട ഒരു തീരുമാനം എടുക്കാനായിട്ട്. ചാടി തീരുമാനം എടുത്തിട്ട് കാര്യമില്ലെന്ന് പറയണം. അന്നത്തെ രാത്രിയിൽ രാജീവിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. എങ്ങനെയെങ്കിലും അലീനെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞുകൊണ്ടാ, ഇനിയിപ്പോൾ അവൾ ആ വീട്ടിലേക്ക് വന്നുകൂടാ എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ തീരുമാനം എടുക്കേണ്ടത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനും രാജീവ് പോയി മനുശങ്കരെ വീണ്ടും വിളിച്ചു. മനുശങ്കർ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയണം. അങ്ങനെ മനുശങ്കർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും രാജീവ് പറഞ്ഞു, അതെ നിനക്ക് തോന്നുന്നുണ്ടോ വൈജയന്തിൻ്റെ അടുത്തേക്ക് അവളെയും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് പിന്നെ അവിടെ നിൽക്കാൻ പറ്റുമെന്ന്. അത് കേട്ടപ്പോൾ മനുശങ്കർ പറഞ്ഞു, കൊണ്ടിരുന്ന ആൾ അങ്കിളാണെങ്കിൽ ഉറപ്പായിട്ട് നിൽക്കും, ഇനിയിപ്പോൾ ആരും ആ വീട്ടിൽ ചെന്ന് ഇറക്കി വിടാനൊന്നും പോകുന്നില്ല, ഇറക്കി വിടാൻ പോയിട്ടുണ്ടെങ്കിൽ അവർക്കിടൊക്കെ നല്ല പണി കിട്ടുകയും ചെയ്യും. ഇനി അങ്കിളൊന്ന് പോയി ഇറക്കി വിട്ട് കൊച്ചച്ഛനൊന്ന് പോയി ഇറക്കി വിട്ട് നോക്ക്, അപ്പം അറിയാമെന്ന് പറഞ്ഞു. ആ സമയം രാജീവ് പറഞ്ഞു, അല്ല അവൾ പോയിട്ടുണ്ട് ആ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീരുമല്ലേ, അപ്പം പിന്നെ ആ ഒഴിയാബാധ അങ്ങോട്ട് ഒഴിവാക്കുന്നല്ലടാ നല്ലത്. ആര് പറഞ്ഞു കൊച്ചനോട് പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന്? അലീന പോയാൽ പ്രശ്നങ്ങളൊന്നും തീരുമെന്ന് എനിക്ക് തോന്നില്ല. ഇവിടെ പ്രശ്നം അലീനയല്ല, അവർ രണ്ടുപേരും അങ്കിളും ആൻറ്റിയാണ് പ്രശ്നം, അവർ തമ്മിലാണ് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അലീന ആ വീട്ടിൽ നിന്ന് പോയാലും അവർ തമ്മിൽ ഇങ്ങനെ ഉണ്ടാവും, എനിക്കത് മനസ്സിലായ കാര്യമാണ്. അലീനയാണ് പ്രശ്നമെങ്കിൽ അത് പണ്ടേ അവസാനിച്ചാണ്. അതൊന്നും അല്ല കൊച്ചച്ച, നമ്മൾ അറിയത്തില്ലാത്ത എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്കിളുടെ മനസ്സിൽ, അതെന്താന്ന് മാത്രം അറിയത്തില്ല. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കണ്ടു മിക്കവാറും ആൻറ്റി ആയിരിക്കും ആ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പോകുന്നത്. മര്യാദയ്ക്കാണെങ്കിൽ പ്രശ്നമില്ല, പക്ഷേ ആൻറ്റിയുടെ സ്വഭാവം വെച്ച് ആൻറ്റിക്ക് കഴുത്തിന് ചുറ്റും നാക്കല്ലേ, അത് ആർക്കും അങ്ങോട്ട് പെട്ടെന്നൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പോലും പറ്റത്തില്ല. എടാ നീ ഇങ്ങനെ വെറുതെ നിന്റെ ആൻറ്റിയെ കുറ്റപ്പെടുത്തി സംസാരിക്കലടാ, ഒന്നുമല്ലേലും നിന്റെ അച്ഛൻ്റെ പെങ്ങളല്ലേ, അതൊക്കെ സമ്മതിച്ചു, പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ലോ. ന്യായം ആരുടെ ഭാഗത്താണോ ഞാൻ അവരുടെ ഭാഗത്തോ നിൽക്കുള്ളൂ. നിങ്ങളൊക്കെ ചെയ്ത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. ഒരു കാരണവശാലും അവിടുന്ന് അലീനെ അടിച്ചിറക്കി വിടാൻ പാടില്ലായിരുന്നു. അതും ചെയ്തിട്ട് ഇനി ന്യായം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നിട്ടുണ്ടല്ലോ, മുമ്പത്തെ പോലെ ഒന്നും അല്ല. ഇനിയിപ്പം കൊച്ചൻ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അങ്കിളിൻ്റെ കൺമുന്നിലെങ്ങാനും ചെന്ന് പെട്ട അങ്കിള് മിക്കവാറും കൊച്ചൻ്റെ കവിളം അടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വരട്ടെ ബാലേന്ദ്രൻ, ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല, കൊച്ചൻ അങ്ങോട്ട് ചെന്ന് കയറിയാൽ മതി, ഉറപ്പായിട്ടും കിട്ടും എന്ന് പറഞ്ഞിട്ട് മനുശങ്കർ അങ്ങോട്ട് കയറിപ്പോയി. രാജീവിൻ്റെ ഉള്ള സമാധാനം പോയി. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം രാവിലെ തന്നെ ബാലേന്ദ്രൻ നോക്കിക്കഴിഞ്ഞപ്പം അലീനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന കൃഷ്ണമോളെ കാണുന്നത്. അപ്പോൾ അവർ 3 പേരും ഒരു കട്ടിലാണ് കിടക്കുന്നത്, കൃഷ്ണമോള നടുവിൽ കിടക്കുന്നത്. കൃഷ്ണമോൾക്ക് ഭയങ്കര ഇഷ്ടം അലീനയെ, തൻ്റെ സ്വന്തം ചേച്ചിയല്ലേ, തനിക്ക് കെട്ടിപ്പിടിച്ച് കിടക്കാം. ആ കിടപ്പ് കണ്ടു കഴിഞ്ഞപ്പം ബാലേന്ദ്രന് ഭയങ്കര സന്തോഷമായി. കാരണം അലീനയെ ഭയങ്കര ഇഷ്ടമാണ് കൃഷ്ണമോൾക്കെന്നുള്ള കാര്യം ബാലേന്ദ്രന് അറിയാവുന്ന. ചേച്ചിയും അനിയത്തിയും തമ്മിലുള്ള സ്നേഹം പക്ഷെ അലീനയ്ക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കൃഷ്ണമോൾ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞെന്ന്. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ അവൾ ആ സത്യം മനസ്സിലാക്കും എന്നുള്ള കാര്യം ബാലേന്ദ്രൻ അറിയാം. കാരണം അലീന ബുദ്ധിയുള്ള കുട്ടിയാണ്. അങ്ങനെ അവരെ നോക്കിയിട്ട് ബാലേന്ദ്രൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. ഈ സമയത്ത് വല്ലാത്ത ടെൻഷനിലായിരുന്നു വൈജയന്തി, എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശിക്കുള്ള ചായയൊക്കെ ആയിട്ടങ്ങ് വന്നു. ചായ വന്ന് മുത്തശ്ശിക്ക് കൊടുത്തു. ഈ സമയത്ത് മുത്തശ്ശി പറഞ്ഞു, അല്ല ബാലേന്ദ്രൻ വല്ല വിളിക്കുകയോ മറ്റോ ചെയ്തോ? വിളിച്ചു. ഇപ്പം എപ്പോൾ വിളിച്ചോന്ന് ചോദിച്ചാൽ മതി. ഇനി വിളിയും പറച്ചിലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അവളുണ്ടല്ലോ. അപ്പോഴേക്കും ഒരു നിമിഷം ആലോചിച്ചിട്ട് മുത്തശ്ശി ചോദിച്ചു, അല്ല ഇനിയിപ്പം ബാലേന്ദ്രനും കൃഷ്ണമോളും അലീന ഇങ്ങോട്ടേക്ക് വരത്തില്ലേന്ന് ചോദിക്കുക.
അതെന്താ അങ്ങനത്തെ ഒരു വർത്താനം പറഞ്ഞേ? അല്ല, എനിക്ക് തോന്നി ഇനിയിപ്പോൾ അവരവിടെ സ്ഥിരതാമസം ആക്കി കളയുമെന്നോ. ഒരു വീടും എടുത്ത് അവർക്ക് സ്ഥിരതാമസം ആക്കാവുന്നല്ലേ ഉള്ളൂ. അത് കേട്ടപ്പോൾ വൈജയുടെ നെഞ്ചിനകത്ത് ഇടിവെട്ടി. വൈജ പറഞ്ഞു, ഇതേ അമ്മേ, വെറുതെ കരുനാക്ക് വളച്ച് ഓരോന്നും വളയ്ക്കില്ലേ, പറയല്ലേ കേട്ടോ എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും മുത്തശ്ശിയോട് ഞാനുള്ള കാര്യം പറഞ്ഞേ, ചിലപ്പോൾ അതിലും ചാൻസ് ഉണ്ട്. ബാലേന്ദ്രൻ്റെ സ്വഭാവമല്ലേ, അവൻ നല്ല കടുത്ത വാശിയില നിന്നോടുള്ളേ. നിനക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ വൈജേ? അമ്മയോട് ഓരോന്ന് പറയാൻ വരുന്ന എന്നെ വേണം പിടിച്ചിട്ട് തല്ലാനായിട്ട്. ഉള്ള സമാധാനം കൂടെ അമ്മ കളയും എന്നും പറഞ്ഞുകൊണ്ട് വൈജയന്തി അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഈ സമയത്ത് രേവതിക്കുട്ടി മണിശങ്കറിൻ്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കും. അപ്പോൾ തലേദിവസം വിളിച്ചിട്ട് കിട്ടിയില്ല. എന്നിട്ട് വിളിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ മണിശങ്കർ കോൾ എടുത്തു രേവതിക്കുട്ടിയോട് സംസാരിക്കുകയാണ്. അപ്പോഴേക്കും രേവതിക്കുട്ടി അലീനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുക. അലീന ചേച്ചിക്ക് എന്ത് പറ്റി, എങ്ങനെയാ എന്താന്നൊക്കെ ഒന്നും അറിയത്തുണ്ടായിരുന്നില്ല. പിന്നീട് മനുഷ്യങ്ങളുള്ള കാര്യം പറഞ്ഞു. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ബാലേന്ദ്രൻ അങ്കിളിൻ്റെ കൂടെയുണ്ട്. അലീന പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം കേട്ടിഞ്ഞപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു, അതെ, ഞാൻ എൻ്റെ അലീന ചേച്ചി ഇങ്ങോട്ട് പോയി കൊണ്ടുവരും. അലീന ചേച്ചി ഒന്നെങ്കിൽ ഇവിടെ നിർത്തും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അലീന ചേച്ചി ജോലിക്ക് നിർത്തിക്കോളാം. അവിടെ ഇട്ട് പണ്ട് കിട്ടാനൊന്നും എൻ്റെ അലീന ചേച്ചി കിട്ടില്ല എന്നൊക്കെ പറയണം. അപ്പോഴേക്കും മണിശങ്കർ പറഞ്ഞു, ഇനി എന്താണെങ്കിലും പെട്ടെന്നൊന്നും കൊണ്ടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതിന് അങ്കിള് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. നീ പേടിക്കണ്ട രേവതിക്കുട്ടി, കൃഷ്ണമോളും അങ്കിളും ഒക്കെ ഉണ്ട് സപ്പോർട്ടായിട്ട്. പിന്നെ ഇനിയിപ്പം മിക്കവാറും അലീന അങ്ങോട്ടേക്ക് വരാൻ ചാൻസ് ഇല്ല. വീണ്ടും അങ്കിള് കടപ്പാട്ട് വീട്ടിലേക്കായിരിക്കും കൊണ്ടുവന്നതെന്ന് പറയാണ്. രേവതിക്കുട്ടിക്ക് ഭയങ്കര ടെൻഷനാ. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഇനിയും പഴയപടി പ്രശ്നം ഉണ്ടാകുക, ചേച്ചിനെ ഇറക്കി വിടുമോന്നൊക്കെ പേടിയുണ്ട്. മണിശങ്കർ പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടാകാൻ വഴിയില്ല. അങ്ങനെ എന്ത് വേണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്കിള് വെറുതെ ഇരിക്കുന്നൊന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് ആ കാര്യം ഓർത്തോ കുട്ടി പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് രേവതിക്കുട്ടി നേരെ ഗ്രേസമ്മയുടെ മാമച്ചൻ്റെ അടുത്ത് എന്ന കാര്യം പറഞ്ഞു. മനുവേട്ടൻ വിളിച്ച് ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു പറയാം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗ്രേസമ്മ പറഞ്ഞു, എന്തോ ബാലേന്ദ്രനെങ്കിലും സംരക്ഷിക്കുന്നുണ്ടല്ലോ അവളെ, അത് തന്നെ ഒരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നേ. പക്ഷേ എങ്കിൽ ഒരു കാര്യമുണ്ട്, സ്വന്തം പെറ്റമ്മയുടെ കാര്യം അറിയാലോ, അവർക്ക് അലീനയോട് ദേഷ്യമല്ലേ, ചിലപ്പോൾ അലീനയെ കൊല്ലാൻ പോലും മടിക്കില്ലെന്ന് എനിക്ക് തോന്നേ. ഈ വൈജയന്തിയുടെ ആങ്ങളമാരൊക്കെ വന്ന് വല്ല പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലോ അലീനയ്ക്ക് പിന്നെ അവിടെ നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. രേവതിക്കുട്ടി പറഞ്ഞു, ചേച്ചിയെ വിളിച്ചിട്ട് എങ്ങനെയും കിട്ടിയാൽ മതിയായിരുന്നു. അതെങ്ങനെയാ? ആ ബാലേന്ദ്ര സാറിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ടാണ് കിട്ടുന്നില്ല എന്ന് പറയാം. നീ ഒന്ന് സമാധാനപ്പെട്, നമുക്ക് നോക്കാം. ഒരു പക്ഷേ അലീന എവിടെയുണ്ടെന്നുള്ള കാര്യം മനുഷ്യങ്ങോട് ചോദിച്ചിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇനിയിപ്പം അലീനയും കൂടി കടപ്പാട്ട് വീട്ടിലേക്ക് ബാലേന്ദ്രൻ വന്നില്ലെങ്കിൽ അലീന ഉള്ളിടത്ത് നമുക്ക് പോയി കാണാലോ എന്നൊക്കെ പറഞ്ഞ് രേവതിക്കുട്ടിയെ സമാധാനിപ്പിച്ചു. രേവതിക്കുട്ടിക്ക് എന്നാലും ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെയാവുന്നൊക്കെ ഓർത്തിട്ട്. ഇതേ സമയത്ത് രാജീവ് വൈജയന്തിയെ കാണാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, രാജീവല്ലേ പറഞ്ഞേ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന്. എന്നിട്ടിപ്പോൾ എന്തായി? പ്രശ്നം ഒന്നുകൂടെ രൂക്ഷമായതല്ലാതെ ഒരു പ്രശ്നത്തിനും പരിഹാരമായില്ലല്ലോ. നീ ഒന്ന് സമാധാനിക്ക് വൈജേ. എന്താണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാം. എന്ത് പരിഹാരം ഉണ്ടാക്കുമെന്ന്? അവൾ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ പരിഹാരം ഉണ്ടാവും എന്നല്ലേ പറഞ്ഞേ? എന്നിട്ട് വല്ല പരിഹാരം ഉണ്ടായോ? ഉണ്ടാക്കാം. എന്ത്? ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഇനി ശിവേട്ടനും കൂടെ വിളിക്കാം. ശിവേട്ടനോടും കൂടെ വിളിച്ച് സംസാരിക്കാം ഇവളുടെ കാര്യം. എന്ത് ചെയ്യണമെന്ന് ശിവേട്ടനും കൂടെ തീരുമാനിക്കട്ടെ. പിന്നെ ഗംഗേണ്ണനെ വിളിച്ചിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. നീയല്ലേ പറഞ്ഞേ ഗംഗേണ്ണൻ അവളുടെ പക്ഷത്താണ് നിൽക്കുന്നതെന്ന്? അതെ, ഗംഗേണ്ണനെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ശിവേട്ടനെ വിളിച്ചു ചോദിക്കുക. പക്ഷെ എനിക്ക് നിങ്ങൾ പറയുന്നതിലൊന്നും വിശ്വാസമില്ല. അതെ, ഞാൻ പറഞ്ഞാൽ നിനക്ക് വിശ്വാസമില്ലേ? ഒന്നുമല്ലെങ്കിലും ഞാൻ നിൻ്റെ സഹോദരനല്ലേ, നീ എന്നെ വിശ്വസിക്കുക. ഞാൻ നിന്നെ ഈ പ്രശ്നത്തിന് രക്ഷിക്കും. ഞാൻ തരുന്ന വാക്കാ നിനക്ക് അറിയാലോ. അവൾ ഒരിക്കലും ഇവിടെ വന്ന് വാഴാനായിട്ടൊന്നും പോകുന്നില്ല. അവളെ ചിലപ്പോൾ കൂട്ടിക്കൊണ്ട് ബാലേന്ദ്രൻ ഇങ്ങോട്ടേക്ക് വരുമായിരിക്കും. പക്ഷെ അവൾ ഈ വീട്ടിൽ വന്ന് പൊറുക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈജയന്തിയെ സമാധാനിപ്പിച്ചാണ് രാജീവും പോകുന്നത്. പക്ഷെ രാജീവിന് ഒരു ഉറപ്പില്ലായിരുന്നു തന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന്. ഒരു പക്ഷേ ശിവേട്ടനോടും കൂടെ പറയണ എന്തെങ്കിലും സൊല്യൂഷൻ കിട്ടിയാലോ എന്നൊക്കെ കരുതിയിട്ട് ശിവശങ്കരനെ വിളിക്കുകയാണ്. ശിവശങ്കരനെ വിളിച്ചിട്ട് അലീനയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, സൂക്ഷിച്ചും കണ്ടും വേണം കൈകാര്യം ചെയ്യാനായിട്ട്. നിന്റെ ജോലിയെ ബാധിക്കരുത്. കാരണം നീ അവിടെ എന്തെങ്കിലും കേസും ബുക്കാരും ഒക്കെ ഉണ്ടാക്കിയാൽ മിക്കവാറും നിന്റെ തിരിച്ചുള്ള റിട്ടേൺ മുടങ്ങിപ്പോവും. അത് കേട്ടപ്പോൾ രാജീവനും തോന്നി അതൊക്കെ ശരിയാണ്. അതുകൊണ്ട് ആലോചിച്ചിട്ട് തീരുമാനം എടുത്താൽ മതി. ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞു. ഈ സമയം ഹരിശങ്കർ എന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം കൊച്ച, നമുക്ക് അവളെ തട്ടിക്കൊണ്ട് പോയാലോ? അവളെ കടത്തിക്കൊണ്ട് പോയി നമുക്ക് ഏതെങ്കിലും കൊട്ടേഷൻ സംഘത്തിന് കൊടുത്ത് അവളെ കൊന്നു കളഞ്ഞാലോ? അതൊരു നല്ല ഐഡിയ അല്ലേ? പൊട്ടത്തരം തന്നെയല്ലേ ഹരിശങ്കറിന്റെ മനസ്സിൽ വരത്തുള്ളൂ. പക്ഷെ രാജീവ് അതിന് സമ്മതിച്ചില്ല. എടാ, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ പോലീസൊക്കെ പിടിച്ചാൽ അത് പ്രശ്നമായി തീരും. അതൊന്നും ശരിയാകത്തില്ല. അല്ലാതെ വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട്. അതിനുള്ള എന്തെങ്കിലും മാർഗങ്ങളൊക്കെ നോക്കണമെന്നൊക്കെ പറയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്ന നാളെ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും
ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.